രണ്ട് കേസ് പറഞ്ഞായിരുന്നു. ഒന്ന് r⁻n മറ്റൊന്ന് പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും. ഇനി മൂന്നാമത്തെ കേസാണ്. ഇനി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മാത്രം വന്നു എന്ന് വിചാരിക്കാം. ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് വന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കിയേ, an ഈസ് ഈക്വൽ ടു an-1 പ്ലസ് an-2 പ്ലസ് 1. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിക്കുക. എല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോവാണ്. ഇപ്പം -an-1 മൈനസ് ഇതിനെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാണ് an-2 ഈസ് ഈക്വൽ ടു 1. സോ ഇങ്ങനെയല്ലേ എല്ലാം ഒരുമിച്ച് എഴുതുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പം എന്താണ്? ഇറ്റ് ഈസ് 1 എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ വരുവാണെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് an(p) വിത്ത് എ കോൺസ്റ്റൻറ്റ് വാല്യൂ a. അതായത് എനിക്ക് ഫംഗ്ഷനായിട്ടൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെയാണ് വരുന്നതെങ്കിൽ ആ ഒരു an-നെ ഞാൻ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പം ആ an-ന് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ a എന്ന് പറയുന്നത് a എന്ന് എഴുതാം, b എന്ന് എഴുതാം, c എന്ന് എഴുതാം, നമ്മൾ ഇഷ്ടം പോലെ എഴുതാം. a എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ ഞാൻ ഇനി തൊട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പോളിനോമിയലാകുമ്പോൾ അതെന്തായിരുന്നു? ഡിഗ്രി അനുസരിച്ചിട്ട് നമ്മൾ a0 പ്ലസ് a1n അങ്ങനെയൊക്കെ കൊടുക്കുന്നു. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് ഒരേ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അന്നേരം ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അല്ല z(r⁻n) ഇട്ട് കൊടുത്തിട്ട് an-1 മൈനസ് an-2 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആകുമ്പം ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ n-ന് പകരം ഞാൻ c(r⁻n) കൊടുക്കുന്നു. മൈനസ് c(r⁻n-1 മൈനസ് c(r⁻n-2) ഈസ് ഈക്വൽ ടു 0. കോമൺ c(r⁻n-2) എടുക്കുന്നു. അപ്പം എനിക്ക് എന്ത് കിട്ടുന്നു? r² - r-1 കിട്ടുന്നു. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് റൂട്ട്സ് കിട്ടും. ദാറ്റ് ഈസ് 1 പ്ലസ് √5/2 1 മൈനസ് √5/2. നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഇതൊരു കോംപ്ലക്സ് റൂട്ടാണെന്ന്, √5 കണ്ടതുകൊണ്ട്. ബട്ട് ഇതൊരു റിയൽ റൂട്ടാണ്. കാരണം നമ്മൾ കോംപ്ലക്സ് എടുക്കുന്നത് ഇപ്പം -√5 എന്നാണെങ്കിൽ മാത്രം √-1 ആണ് i എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ മൈനസ് എന്നൊരു വാല്യൂ കൂടെ ഇവിടെ വന്നാൽ മാത്രമേ ഇത് കോംപ്ലക്സ് ആകത്തുള്ളായിരുന്നു. ഇത് സാധാരണ റൂട്ടാണ് 1 പ്ലസ് √5/2 എന്ന് പറയുന്നത്. സോ അതനുസരിച്ചിട്ട് ഹോമോജീനിയസ് സൊല്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നേരം രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആയതുകൊണ്ട് c1r1⁻n c2r2⁻n. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ ക്വസ്റ്റിനകത്തുനിന്ന് ഹോമോജീനിയസ് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പം ഞാൻ എന്താണ് an-ന് പകരം ഞാൻ a കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പം an-1 മൈനസ് an-2 ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പം an-ന് പകരം ഞാൻ a കൊടുക്കുന്നു. an-1 എന്ന് പറഞ്ഞാൽ a തന്നെയല്ലേ? n എന്ന് പറയുന്ന ടേം ഇവിടെ വരാത്തത് കൊണ്ട് a തന്നെ എന്ന് കൊടുക്കുന്നു. n-2 എന്ന് പറയുന്നത് a തന്നെയാണ്. ഓക്കെ, a എന്ന് കട്ടായി പോകുന്നു. അപ്പോൾ -a ഈസ് ഈക്വൽ ടു 1 ആണ്. a ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അന്നേരം മനസ്സിലായല്ലോ. നമ്മൾ ഇക്വേഷനിലാത്തോട്ട് an എന്ന് പറഞ്ഞാലും a ആണ്, an-1 എന്ന് പറഞ്ഞാലും a ആണ്. കാരണം എൻ്റെ കൂടെ n എന്നൊരു ടേം വരുന്നില്ല മാറ്റാൻ വേണ്ടി. an-2 എന്ന് പറഞ്ഞാൽ a ആണ്. സോ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് a-ൻ്റെ വാല്യൂ കിട്ടി. അപ്പം ഫൈനൽ റിസൾട്ട് an(p) ഈസ് ഈക്വൽ ടു a-ക്ക് വരെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? -1. സോ അന്നേരം ജനറൽ സൊല്യൂഷനായിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? c1 1 പ്ലസ് √5/2n പ്ലസ് c2 1 മൈനസ് √5/2n, അതായത് ഹോമോജീനിയസ് -1. ഇനി c1ഉം c2ഉം എനിക്ക് കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് a0 ഈസ് ഈക്വൽ ടു 0 ആൻഡ് a1 ഈസ് ഈക്വൽ ടു 0. ആ രണ്ട് വാല്യൂ നിങ്ങൾ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ രണ്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് c1ഉം c2ഉം കണ്ടുപിടിക്കാം. സോ അത് c1ഉം c2ഉം എനിക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും. ഇതായിരിക്കും എൻ്റെ വാല്യൂ. കണ്ടോ? ഇന്ന് ഞാൻ ആ ബൗണ്ടറി കണ്ടീഷൻസ് ഇട്ട് കൊടുക്കും. അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് നമുക്ക് ഫിനിഷ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഇതാണ് ഒരു കോൺസ്റ്റൻറ്റ് വരുമ്പോഴുള്ള കേസ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് 3 കേസസ് പറഞ്ഞു. ഒന്നെന്ന് പറയുന്ന ഫംഗ്ഷൻ r⁻n, അതിനകത്ത് തന്നെ 3 രീതിയിൽ. പിന്നെന്താണ് അടുത്തൊരു പോളിനോമിയൽ ഫംഗ്ഷൻ, നെക്സ്റ്റ് വൺ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞത് നോക്കിയേ, ഇവിടെ ഫംഗ്ഷൻ ശ്രദ്ധിച്ചേ r ഇൻറ്റു 2r എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം r ഇൻറ്റു 2r എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ r എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ നോക്കിയാൽ r ഇൻറ്റു 2r ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. r എന്ന് പറയുമ്പോൾ എന്താ, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. നേരത്തെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലായിരുന്നു, അത് n സ്ഥാനത്ത് r കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ r ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 ഉള്ളൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇനി 2r എന്ന് പറയുമ്പോൾ എന്താണ്, r⁻n ഫോമിലുള്ളൊരു ഫംഗ്ഷൻ അല്ലേ. ഇവിടെ നമ്മൾ പഠിച്ച ഒരു പോളിനോമിയലും r⁻n, അല്ലെങ്കിൽ ഇവിടെ n വരെ r എന്ന് കിടക്കുന്നേ ഉള്ളൂ, r⁻n ഫോമിലുള്ളൊരു ഫംഗ്ഷനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ ഇങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ എഴുതേണ്ടതെന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇവിടെ നോക്കിയേ, അന്നേരം നമ്മൾ r എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ എഴുതുമായിരുന്നു സൊല്യൂഷൻ, r എന്ന് പറയുമ്പം a0 പ്ലസ് a1r എന്ന് എഴുതുമായിരുന്നു. ഓക്കെ, ഇതെല്ലായിരുന്നു ഒരു ഡിഗ്രി 1 ഉള്ള പോളിനോമിയൽ ഫംഗ്ഷന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്ത് വരുമ്പോൾ ഇതിനേരം നമ്മൾ AR ഓഫ് P പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ AR ഓഫ് P എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ വേണം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോളിനോമിയലിൻ്റെ ഇതെഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം എഴുതുക, a0 പ്ലസ് a1r എഴുതുക ഇൻറ്റു 2r എഴുതണ്ട, ഇൻറ്റു 2r എന്ന് തന്നെ കൊടുക്കുക. സോ അന്നേരം ഇനിയിപ്പോൾ ARന് പകരം ഏത് ഇക്വേഷൻ കൊടുക്കണം, ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അന്നേരം ARൻ്റെ സ്ഥാനത്തല്ല ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ നോക്കിയേ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ്. അപ്പം AR പ്ലസ് 2 അന്നേരം എങ്ങനെ എഴുതും, a0 പ്ലസ് a1 ഇൻറ്റു r ന് വരെ r പ്ലസ് 2 ഇൻറ്റു 2r. ഓക്കെ, ആറിന് വരെ എന്ത് കൊടുക്കും, r പ്ലസ് 2 പ്ലസ് 2. അടുത്തത് പ്ലസ് AR പ്ലസ് 1 എന്ത് കിട്ടും, a0 പ്ലസ് a1 ഇൻറ്റു ആറിന് വരം r പ്ലസ് 1 ആണ് ഇൻറ്റു 2 ഇൻറ്റു ആറിന് വരം 2r എന്ന് പറയുമ്പോൾ r പ്ലസ് 1 എഴുതി. ഇനി പ്ലസ് എന്താണ്, AR എന്ന് പറയുമ്പം a0 പ്ലസ് a1r ഇസ് ഈക്വൽ ഇൻറ്റു 2r ഇസ് ഈക്വൽ ടു എന്താണ്, r ഇൻറ്റു 2r. സോ ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ നോക്കിയേ, 2r പ്ലസ് 2 അതിനെ എങ്ങനെ എഴുതാം, 2r ഇൻറ്റു 2² അല്ലേ 2r പ്ലസ് 2 എന്ന് പറയുന്നത്. 2² എന്ന് പറയുമ്പോൾ എന്താണ്, 4. ഇനി 2r പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്, 2r ഇൻറ്റു 2 ആണ്. സോ അതിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് മാക്സിമം നമ്മൾ ചെറുതാക്കി എഴുതാനാണ് നോക്കുന്നത്. നമുക്കിവിടുന്ന് 2r കോമൺ എടുക്കാമല്ലോ. 2r ഞാൻ കോമൺ എടുത്തു, ബാക്കി എന്ത് വരും, ഈ ടേമിൽ എന്ത് വരും, 4a0 പ്ലസ് 4a1r പ്ലസ് 4 ഇൻറ്റു 8a1 പ്ലസ് അടുത്ത ടേം എന്താണ്, 2r അങ്ങ് കോമൺ എടുത്തുകൊണ്ട് പോയിട്ട് 2a0 പ്ലസ് 2a1r പ്ലസ് 2a1 പ്ലസ് വീണ്ടും ബാക്കി ഇവിടെ എന്ത് വരും, a0 പ്ലസ് a1r വരും. ഇനി നമ്മൾ നോക്കിയേ, ഇതിനകത്തുനിന്ന് എനിക്ക് കോമൺ എടുക്കാവുന്ന മീൻസ് എന്തൊക്കെ വാല്യൂസ് ആഡ് ചെയ്യാം, 4a0 പ്ലസ് 2a0 വിച്ച് ഈസ് 6a0 പ്ലസ് a0 വിച്ച് ഈസ് 7a0. അപ്പം 2r ഇവിടെ എനിക്ക് എന്ത് കിട്ടി, 7a0 കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം, a1r ആണ്. 4a1r പ്ലസ് 2a1r പ്ലസ് a1r. 4 പ്ലസ് 2 is 6 പ്ലസ് 1 is 7. അപ്പം 7a0 പ്ലസ് 7a1r കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 8a1 പ്ലസ് 2a1. അന്നേരം 8a1 പ്ലസ് 2a1 is 10a1. ഓക്കെ, അന്നേരം എനിക്ക് ഇത്രയാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയത്. എന്താണ്, 2r ഓഫ് 7a0 പ്ലസ് 7a1r പ്ലസ് 10a1. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എനിക്ക് എഴുതാം. എന്നിട്ട് ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെക്കാം. അതായത് എന്താണ്, ഈ r എന്ന് പറയുന്ന ടേമിനോട് വരുന്നതിനെ മാറ്റിയിട്ട് കോൺസ്റ്റൻസിനെ എല്ലാം എനിക്ക് മാറ്റി എഴുതാം. അന്നേരം എന്താണ്, r എന്ന് പറഞ്ഞ ടേമിനെ മാറ്റി എഴുതിയിട്ട് ദാറ്റ് ഈസ് 2r ഇൻറ്റു 7a1r എന്നല്ലായിരുന്നു, 7a1r അതിനെ ഒരുമിച്ച് എഴുതി. 2r ഓഫ് ബാക്കി 7a0 പ്ലസ് 10a1 ഇതിനെയും
സെപ്പറേറ്റ് ചെയ്ത് എന്തിനാ ഇത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. കമ്പയർ ചെയ്തതിൽ റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളിതിനെ മാറ്റി എഴുതി. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇതായിരുന്നു ഇക്വേഷൻ. അത് r ഇൻറ്റു എന്താണ് 2r ഓഫ് 7a1 പ്ലസ് 2r ഓഫ് 7 is 0 പ്ലസ് 10a1 is equal to എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് r ഇൻറ്റു 2r ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം r ഇൻറ്റു 2r. ഇപ്പം r എന്ന് പറയുന്നതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആരാണ്, ഇതാണ് കൂടെ വന്നിരിക്കുന്നത്. അന്നേരം അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. r ഇൻറ്റു 2r ഓഫ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കാം. അന്നേരം ഇവിടെ നോക്കി r ഇൻറ്റു 2r ആണ് ടേം എന്ന് പറയുന്നത്. r ഇൻറ്റു 2r എന്ന് വന്നിരിക്കുന്ന ടേം ഏതാണ്? ഈ ഒരു ടേം വന്നിരിക്കുന്നത് എന്താണ്? ഇതുണ്ട്, ഇത് കണ്ടോ, ഇത് വന്നിട്ടില്ലേ, r ഇൻറ്റു 2r. ആ ഒരു ടേം വന്നിട്ടില്ലേ. അപ്പം എന്താണ് r ഇൻറ്റു 2r 7a1 ഇസ് ഈക്വൽ ടു r ഇൻറ്റു 2r. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും. അവിടെ എന്താണ് 1 വരും. അപ്പം 7 ഇൻറ്റു a1 ഇസ് ഈക്വൽ ടു 1 വരും. a1 ഇസ് ഈക്വൽ ടു എന്താണ് 1/7 വരും. ഓക്കെ, നമുക്ക് മനസ്സിലായല്ലോ. അതായത് r ഇൻറ്റു 2r എന്ന് പറയുന്ന ടേം വന്നിരിക്കുന്നത് ഉള്ള ഇക്വേഷൻ എടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ടേം എന്താണ് 2r. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ടേം വന്നിട്ടുണ്ടോ? ഇവിടെ r ഇൻറ്റു 2r ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്ലസ് 2r എന്ന് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസിക്കൽ ടു 1 എന്ന് കൊടുക്കാമായിരുന്നു. ഇവിടെ എന്താണ്, അതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ 7a0 പ്ലസ് 10a1 ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. അങ്ങനെ ഒരു 2r മാത്രം വന്നിരിക്കുന്നൊരു ടേം ഇല്ല. അതുകൊണ്ട് ഈസിക്കൽ 0 കൊടുത്തു. ഓൾറെഡി ഞാൻ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, a1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും കിട്ടുന്നത്, 7a0 പ്ലസ് a1 എന്ന് പറയുന്നത് 1/7 ആണ്. അപ്പം 7a0 പ്ലസ് 10/7 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഞാൻ അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം 7a0 ഈസ് ഈക്വൽ ടു മൈനസ് 10/7. ഓക്കെ, ഇപ്പം ഈ 7 ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും, 1/7. ഓക്കെ, മൈനസ് 10/7 7 ഇസ് 49. സോ ഇതാണ് a0ൻ്റെ വാല്യൂ. അപ്പോൾ എനിക്ക് എന്തും കിട്ടി, a1ൻ്റെ വാല്യൂയും a0ൻ്റെ വാല്യൂയും കിട്ടി. അപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ വാല്യൂയിലോട്ട് ഞാൻ എന്ത് കൊടുക്കുക. അപ്പോൾ a0 a1ഉം കിട്ടിയത് ഞാൻ നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്തായിരുന്നു, ar ഈസ് ഈക്വൽ ടു a0 പ്ലസ് a1r ഇൻറ്റു 2r. ഇതായിരുന്നു എൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. a0 എന്ന് പറയുമ്പോൾ മൈനസ് 10/49 പ്ലസ് a1 എന്ന് പറയുമ്പോൾ 1/7 r ഇൻറ്റു 2r. ഇതാണ് ഇവിടുത്തെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അന്നേരം ഈ പ്രോബ്ലം ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുമ്പം AR മൈനസ് 4AR മൈനസ് 1 പ്ലസ് 4AR മൈനസ് 2 ഇസ് ഈക്വൽ ടു R പ്ലസ് 1 ഇൻറ്റു 2r. ഓക്കെ, എന്നാൽ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്ന് പറയുന്നത് എന്താണ്, R പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഇൻറ്റു 2r എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഇവിടെ നോക്കിയാൽ R പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് ഡിഗ്രിയാണ്, ഡിഗ്രി 1 തന്നെയാണ്. ഒരു കോൺസ്റ്റൻറ്റ് R1 കൂടെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡിഗ്രി 1 തന്നെയാണ്. അന്നേരം നേരത്തെ അതേ ഫോർമാറ്റിൽ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ. അതെന്തിനാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറയാം. പോളിനോമിയൽ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇപ്പം നമ്മളൊരു ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു എന്താണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതി നോക്കിയേ. AR ഓഫ് P ഈസ് ഈക്വൽ ടു R പ്ലസ് 1 എന്ന് പറയുമ്പം എന്താണ്, a0 പ്ലസ് a1r അല്ലേ, ഡിഗ്രി 1ൻ്റെ പറയുന്നത് ഇൻറ്റു 2r. ഇനി നിങ്ങൾ ഇത് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും ക്യാൻസലായി പോകും. നിങ്ങൾക്ക് ഒരു വാല്യൂസിനെയും കിട്ടത്തില്ല. അതായത് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും കിട്ടത്തില്ല. എല്ലാം ഞാൻ ചെയ്ത് വരുമ്പോൾ എന്താണ്, മൈനസ് ചെയ്ത് ഈ ഒരു സൈഡ് 0 ആയി പോകും. എനിക്ക് ആൻസർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ a0 പ്ലസ് a1r ഇൻറ്റു 2r ഇതേ ഫോർമാറ്റ് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഹോമോജീനിയസ്
ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന്. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഹോമോജീനിയസ് സൊല്യൂഷനും ഇതേപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ എനിക്ക് ആൻസറിനെ കിട്ടത്തില്ല. ഇപ്പോൾ ഇവിടെ നോക്കി A0 + A1R × 2⁻². കിട്ടിയ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്താണ്? C1 + C2R × 2⁻². രണ്ടും ഏകദേശം സെയിം അല്ലയോ? C1 വരെ A0 A1 കൊടുത്താൽ പോരെ. A0 + A1R × 2⁻² തന്നെയാണ് ഹോമോജീനിയസ് സൊല്യൂഷനിലും കിട്ടിയിരിക്കുന്നത്. ഇവിടെയും കിട്ടിയിരിക്കുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നതും അതാണ്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല. ഇങ്ങനൊരു കേസ് വരുവാണെങ്കിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷനുമായിട്ട് ഈക്വലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കാണാം, ടു ഫൈൻഡ് ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ലെറ്റ് us assume the general form of the solution is 2⁻r × A1R + A0 but due to occurrence of the terms in equation 2. കണ്ടോ, ആ ടേംസ് ഇക്വേഷൻ 2ൽ വന്നതുകൊണ്ട് we multiply this result by suitable power of r so that none of the terms will occur in equation 2. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനകത്തോട്ട് ഞാനൊരു എന്തെങ്കിലും ഒരു R² R³ എന്തെങ്കിലും ഒരു വാല്യൂവിനെ ഞാൻ എക്സ്ട്രാ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താണ്, ഇതുമായിട്ട് സിമിലർ അല്ലാതാകും, ഇതുമായിട്ട് സെയിം ആവാൻ പാടില്ല. അതിന് വേണ്ടി ഞാൻ അഡീഷണലായിട്ടൊരു R വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ റിസൾട്ട് കണ്ടുപിടിക്കുന്നു. ഇവിടെ ഞാൻ R² ആണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇതെല്ലാം എൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് A0 + A1R × 2⁻² ആണ് എൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ സെയിം വരുന്നത് കൊണ്ട് ഞാൻ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, R² മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ഞാൻ ഇനിയും തൊട്ട് ഇവിടോട്ട് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? 2⁻r × A1R + A0 × R². ഇതിനെയാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കി AR എന്ന് പറയുമ്പം അപ്പം എങ്ങനെയാണ്, ഇവിടെ കണ്ടോ, നമുക്ക് AR എന്ന് പറയുമ്പം 2⁻r × A0 + A1R × R² - 4 × AR1 - എന്ന് പറയുമ്പോൾ R-ന് പകരം 2⁻r - 1 + A0 + A1 × R - 1 × R - 1 the whole square -4 × അങ്ങനെ പോവും. നമുക്ക് ഇവിടെ കാണാം, ഒത്തിരി നീളത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ബ്രാക്കറ്റ്സ് എല്ലാം മാറ്റുക, ആഡ് ചെയ്യേണ്ട എല്ലാം ആഡ് ചെയ്യുക, ഒരു ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നിങ്ങൾ വീണ്ടും നോക്കുക, ഇവിടെയും നമ്മളുടെ റിസൾട്ട് എന്തായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈക്വൽ ടു ഫംഗ്ഷൻ എന്താ, R + 1 × 2⁻r എന്നാണ്. ഇപ്പം ഒന്നാമത്തെ നമ്മുടെ ടേം എന്ന് പറഞ്ഞാൽ R × 2⁻r, അടുത്ത ടേം 2⁻r. ഇതിനൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയേ, ഇതെന്ത് കിട്ടും, R × 2⁻r + 2⁻r. അപ്പം എനിക്ക് രണ്ട് ടേം ഉണ്ട്. R × 2⁻r ഈ സൈഡിലുണ്ട്, അതേപോലെ 2⁻r ഉണ്ട്. അപ്പോൾ R × 2⁻r കൂടെ വന്നിരിക്കുന്ന ആരാണ്, 6A1 ആണ്. അപ്പം 6A1 × R × 2⁻r = ഇവിടെ എന്താണ്, R × 2⁻r ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 6A1 × R × 2⁻r = ഇവിടെ R × 2⁻r ഉള്ളത് കൊണ്ട് വന്നു, അത് രണ്ടും കൂടെ ക്യാൻസലായി. ഇവിടെ 1 വരും, 1 അല്ലേ, 1 × R × 2⁻r എന്ന് പറയുമ്പോൾ 6A1 = 1. കോഎഫിഷ്യൻസിനെ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി, R × 2⁻r എഴുതണമെന്നൊന്നുമില്ല. A1 = 1/6. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇത് 2⁻r വന്നിട്ടുണ്ട്. അപ്പം -6A1 + 2A0. 2⁻r വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1 അല്ലേ, 2⁻r മാത്രമല്ലേ വന്നിട്ടുള്ളൂ. 1 കൊടുക്കുക, കിട്ടിയ A1 വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ A0 വാല്യൂ 1 കിട്ടും. എന്നിട്ട് ആ കിട്ടിയ വാല്യൂവിനെ ഏത് പർട്ടിക്കുലർ സൊല്യൂഷനിലോട്ട് കൊടുക്കുക, ഈ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ഒത്തിരി പ്രാവശ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരൊറ്റ ഡിഫറൻസേ ഉള്ളായിരുന്നു, നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ എടുത്തപ്പോൾ അത് ഹോമോജീനിയസ് സൊല്യൂഷനുമായിട്ട് ഈക്വൽ ആയതുകൊണ്ട് നിങ്ങളത് ചെയ്ത് നോക്കിയാലും ആൻസർ ക്യാൻസൽ ആയി പോകും. നിങ്ങൾക്ക് ഈ ഒരു സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയാം. ഇവിടെ കണ്ടോ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3R +
5. ഇവിടെ എന്താണ്, നമ്മളുടെ ഒരു പോളിനോമിയലാണ് 3r എന്ന് പറയുമ്പോൾ എന്താണ്, ദിസ് ഈസ് എ പോളിനോമിയൽ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൂടി പ്ലസ് ചെയ്തേക്കുവാണ്. സോ ഇതെങ്ങനെയാണ്, നേരത്തെ ഇൻറ്റു വാല്യൂ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, ഇതുവരെ ഇൻറ്റു എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇനി പ്ലസ് വാല്യൂ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചു. ഇതാണ് നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്നിട്ട് നമ്മൾ 3r + 5ൻ്റെ ജസ്റ്റ് ഇത് എഴുതുക, ഒരു ജനറൽ സൊല്യൂഷൻ എഴുതുക. +5 ഇട്ടേക്ക്. 3r + 5 എന്ന് പറയുന്നത് എന്താണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. 3r + 5ൻ്റെ നമ്മൾ എന്ത് ഡിഗ്രിയാണ് 3r + 5 എന്ന് പറയുമ്പം, r എന്ന് പറയുന്നത് ഒരു ഡിഗ്രി 1 ആണ്. അപ്പം a1r + a2 അല്ല സോറി, നമ്മൾ സാധാരണയായിട്ട് എഴുതുന്ന പോലെ എഴുതാം, a0 + a1r. ഇതെല്ലാം നമ്മൾ ഡിഗ്രി 1ന് കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, a0 + a1r ഹോമോജീനിയസ് സൊല്യൂഷനുമായിട്ട് ഒന്ന് ഇത് നോക്കിയേ. 3r + 5നെ ഞാൻ എങ്ങനെ എഴുതി, a0 + a1r എന്ന് എഴുതി. അപ്പം ഇതുമായിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കി, രണ്ടും സെയിം അല്ലേ. അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വീണ്ടും ചെയ്താൽ ഇത് തമ്മിൽ ക്യാൻസലായി നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ഒരു r² കൂടെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അന്നേരം r² കൂടെ ഞാൻ ഇൻറ്റു ചെയ്തു. r² കൂടെ ഇൻറ്റു ചെയ്തിട്ട് ഞാൻ അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഈ വാല്യൂസ് കിട്ടുന്നു. ഓക്കെ, ഇപ്പം എനിക്ക് ഇതാണ് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത്. 6a1r + 6a1 = 2a2 വിച്ച് ഈസ് ഈക്വൽ ടു, എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്, 3r + 5. r എന്ന് പറയുമ്പം അന്നേരം ആറിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആരാണ്, 6a1 = ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ 1 ആണോ, ഈ കോയിഫിഷ്യൻറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഈ r² വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സൊല്യൂഷൻ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എപ്പോഴും =1 എന്നും =0 എന്നൊക്കെയല്ലേ കൊടുത്തത്. അതെന്തുകൊണ്ടാണ് ഇവിടെ r + 5 എന്ന് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് =1 എന്ന് കൊടുക്കാമായിരുന്നു. ഇവിടെ എന്താണ്, =3 ആണ് കൊടുക്കേണ്ടത്. കാരണം എന്താ, 6a1r കണ്ടോ, ഈ ആറും കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്, 3 ആണ് കിട്ടുന്നത്. അപ്പോൾ 6a1 = 3. കാരണം അതിൻ്റെ കോയിഫിഷ്യൻസ് തമ്മിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ a1 = 3/6 വിച്ച് ഈസ് 1/2. ഇനി അടുത്തത് 6a1 + 2a2. 6a1 + 2a2 = എന്താണ്, 0 ആണോ? അല്ല. = അവിടെ എന്തുണ്ട്, 3r + 5 ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. ഇവിടെ 3r വെറും 3r മാത്രമല്ല, +5 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. അന്നേരം എന്താണ്, =5 കൊടുക്കുക. സോ ഇത് പറയാനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ ഇതാണ്. അതനുസരിച്ച് നമ്മൾ ഒരു ഡിഗ്രി 1 ആണെന്ന് മനസ്സിലാക്കി a0 + a1r എടുത്തു. പക്ഷേ അത് ഹോമോജീനിയസ് സൊല്യൂഷൻ ഈക്വലൻ്റ് ആയതുകൊണ്ട് ഒരു r² വെച്ച് ഇൻറ്റു ചെയ്തു. നമ്മളതിനെ എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടുമ്പം ഇക്വേറ്റ് ചെയ്യുമ്പം 1 എന്നും 0 എന്നൊന്നും ഇട്ട് വെക്കരുത്. കാരണം നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന എപ്പോഴും എന്താണ്, കോയിഫിഷ്യൻറ്റ് ടേംസ് ആണ്. ഇപ്പോൾ r എന്ന് പറയുന്ന ടേമിൻ്റെ കോയിഫിഷ്യൻറ്റ് = ഇവിടെ വന്നിരിക്കുന്ന r-ൻ്റെ കോയിഫിഷ്യൻറ്റ്. ഇവിടെ r-ൻ്റെ കോയിഫിഷ്യൻറ്റ് എത്രയാണ്, r-ൻ്റെ കൂടെ വന്നിരിക്കുന്നത് എത്രയാണ്, 3 ആണ്. അപ്പം ഈ സൈഡിൽ r-ൻ്റെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ 6a1 ആണ്. പിന്നെ അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. 6a1 = 3. ഇനി അടുത്ത വന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റ് ടേംസ്, അതായത് r ഒന്നും ഇല്ലാത്ത ടേം 6a1 + 2a2 ആണ്. ഇവിടെ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 5 ആണ്. സോ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് ആൻസർ എഴുതുക. സോ ഇതാണ് ഒരു പോളിനോമിയലും ഡിഫറെൻറ്റ് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പം എഴുതേണ്ടത് ഇങ്ങനെയാണ്.